വിലാസിനി ചോദിക്കുകയാണ്, പാലത്തിനടിയിൽ ഊളംകുഴി തെക്കേതിൽ, ഇതാണോടി തറവാട്ട് പേര്? ഇങ്ങനൊരു തറവാട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സത്യമായിട്ടും ആന്റി, ഇതൊരു ഒന്നൊന്നര തറവാട്ടുകാരാണ്. പക്ഷേ ഒരൊറ്റ കുഴപ്പമുണ്ട്. അവിടെ ആനയില്ല, അത് കാര്യമാക്കേണ്ട. കോഴി, താറാവ്, പശു, ആട്, ബാക്കി എല്ലാം ഉണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു എരുമയെ കൂടി വാങ്ങിച്ചാന്റി. നല്ലൊരു മുട്ടൻ എരുമ എന്ന് പറയുകയാണ് ജയന്തി. ഇത് കേട്ട് ദേഷ്യത്തോടെ എടിയെന്ന് വിലാസിനി വിളിക്കുമ്പോൾ വീണ്ടും ജയന്തി പറയാണ്, സത്യമായിട്ടും ആന്റി വാങ്ങി, നല്ലൊരു കൊഴുത്ത എരുമ. പിന്നെ പെണ്ണിനെടുത്ത പ്രശ്നം വിഷയമേ അല്ല. രണ്ടാം കെട്ടുകാരൻ എന്നുള്ളതും ഒരു പ്രശ്നമേ അല്ല. വിലാസിനി ചോദിക്കണം, അതെന്താ പെണ്ണിന് രണ്ടാം കെട്ട് പ്രശ്നമല്ലാത്തത്? ഓ ആന്റി, ഒന്നും അറിയാത്തതുപോലെ കള്ളി. പെണ്ണും രണ്ടാം കെട്ടല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ജയന്തി. സത്യം ആന്റി, രണ്ടാം കെട്ടാണ്. എന്റെ അമ്മയാണ് സത്യം. വിലാസിനി ചോദിക്കുകയാണ്, നീ ആരെയാണോ ഉദ്ദേശിക്കുന്നത്, അത് പറ. ഓ, ഒന്നും അറിയാത്തതുപോലെ. ആ തറവാട്ട് പേരും സ്ഥലപ്പേരും കേട്ടിട്ട് ആന്റിക്ക് ഒന്നും അറിയാത്തതുപോലെ? എന്നെ പറ്റിക്കാനല്ലേ? പെണ്ണിനെയും ആന്റിക്കറിയാം. ആര് കണ്ടാലും ഒന്ന് നോക്കി നിന്നു പോകും. ഒത്ത ശരീരം, നല്ല കരിനീല കണ്ണുകൾ, ചെന്തുണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകൾ, പനങ്കുല പോലുള്ള കാർക്കൂന്തൽ. ആന്റിക്ക് ഇനിയും ഓർക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ജയന്തി. കഷ്ടമുണ്ട് ആന്റി, ആന്റിക്ക് അവളെ കാണണോ? ദേ നോക്ക്, ഞാൻ തന്നെ ആന്റി എന്ന് പറയുകയാണ് ജയന്തി. എന്താ, നല്ല പൊളപ്പൻ ഗ്ലാമർ അല്ലേ ആന്റി? ദേ ഈ സൈഡിൽ നോക്കിയാലേ എനിക്ക് ഐശ്വര്യ റായുടെ ലുക്കില്ലേ? ചേരുംപടി ചേർത്തതുപോലെ ആയിരിക്കും ഞാനും ആനന്ദേട്ടനും കൂടി നിന്നാൽ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. പക്ഷെ ആകെ കലിതുള്ളി നിൽക്കുകയാണ് വിലാസിനി. ആനന്ദേട്ടന്റെ ഒരു ഭാഗ്യമേ, ലോട്ടറിയിൽ ബമ്പർ അടിച്ചതുപോലെ. ആന്റി, ഈ കല്യാണം കഴിഞ്ഞാൽ ആന്റി പിന്നെ ആരാ? മാന്ത്രിക വടിയല്ലേ ആന്റിയുടെ കയ്യിൽ കിട്ടുന്നത്. ഹോ, ആന്റിയുടെ ഒരു സമയം തന്നെ. ദേഷ്യപ്പെട്ട വിലാസിനി പറയുകയാണ്, ദേ ഒന്നാമതേ ഞാൻ അടിമുടി കലിയിളകി നിൽക്കുകയാണ്. അതിന്റെ കൂടെ ഇതും. ഞാൻ കൈവീശി ഒന്ന് തന്നാലുണ്ടല്ലോ. പോത്തെ, ഇപ്പോൾ വാങ്ങിച്ച എരുമയുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടാൻ നിന്നെ. അവളുടെ ഒരു സംബന്ധാലോചന. ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിലാസിനി. ജയന്തി പറയുകയാണ്, ആന്റി ആന്റി എന്നാലും എന്റെ വീട്ടുപേര് കൂടി മറന്നുപോയല്ലോ. അത് കേട്ടപ്പോൾ എന്റെ ചങ്ക് തകരുകയാണ്. വിലാസിനി പറയുകയാണ്, മിണ്ടിപ്പോകരുത്. അവളുടെ ഒരു ഊളംകുഴി തറവാട്. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് വിലാസിനി. വിലാസിനി പോയ ശേഷം ജയന്തി പറയാണ്, ഹോ, നമുക്കിത്തിരി സൗന്ദര്യം കൂടിപ്പോയി. ഇങ്ങനെയൊരു സൗന്ദര്യം ആർക്കും കൊടുക്കല്ലേ എന്റെ ദൈവമേ. ആനന്ദേട്ടന് വിധിച്ചിട്ടില്ല. ഒരു രണ്ടാം കെട്ടുകാരനെ കെട്ടി ത്യാഗം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ സമ്മതിക്കാത്ത ആൾക്കാര്. പിന്നീട് കാണിക്കുന്നത് ശിവരാമകൃഷ്ണന്റെ അടുത്തേക്ക് സഹദേവൻ വരികയാണ്. ഏട്ടാ എന്ന് പറഞ്ഞ് സഹദേവൻ ശിവരാമകൃഷ്ണന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. നീ വരുന്നത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ സഹദേവ. നീ വന്നൂന്ന് അഖില പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഏട്ടാ, ഞാൻ പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ്, എന്തായാലും നന്നായി. നിന്നെ കണ്ടപ്പോൾ ഞാനൊരു തണലിലേക്ക് കയറി നിന്ന പോലെ ആയി. ഏട്ടനല്ലേ അന്നും ഇന്നും എന്നും എന്റെ തണലായിട്ടുള്ളത്. സഹദേവ, നീയെല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഒരു തരത്തിൽ അറിഞ്ഞോ അറിയാതെയോ എല്ലാത്തിനും കാരണക്കാരൻ ഞാനായി മാറിയിരിക്കുകയാണ്. സഹദേവ, നീ എങ്കിലും ഏട്ടനെ ഒന്ന് വിശ്വസിക്കണം. ഒന്നും എന്റെ അറിവോടെ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തൃച്ചംബരത്തെ ഒരു ഡ്രൈവർ മാത്രമായിരുന്നില്ല, എനിക്കൊരു കൂടപ്പിറപ്പിനെ പോലെ ആയിരുന്നു. നിനക്കറിയാമല്ലോ, കല്യാണിയും ആനന്ദുമായിട്ടുള്ള വിവാഹം നടന്നത് എന്നെ ഒളിപ്പിച്ചിട്ടല്ല, എന്റെ അനുഗ്രഹത്തോടെയാണ്. അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സഹദേവ. ഏട്ടനിപ്പോൾ ഒന്നും ചെയ്യേണ്ട, എനിക്കെല്ലാം അറിയാം. പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നോക്കി ആകുലപ്പെടാതെ ഇത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കരുതി മുന്നോട്ട് പോയാലേ നല്ലതിലേക്ക് എത്താൻ കഴിയൂ എന്ന് ഏട്ടൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാം ശരിയാവും. പക്ഷേ ഏട്ടത്തി എന്തു പറഞ്ഞു പിന്തിരിപ്പിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അന്ന് കയറിയപ്പോഴേ ഏട്ടത്തിയുമായി തർക്കിക്കേണ്ടി വന്നു എനിക്ക്. താഴേക്ക് ഇറങ്ങി വന്ന ആനന്ദ് ഇവരുടെ സംസാരം കേൾക്കുകയാണ്. ഞാൻ അറിഞ്ഞു, അതിന്റെ പരിഭവം ഉണ്ടവൾക്ക്. പിന്നെ നിന്നെ വരുത്തിച്ചത് ഞാനാണോ എന്നൊരു സംശയവും. നീ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നറിയില്ല. കുറച്ചുനാൾ മുന്നേ ഞാൻ പറയുന്നതും ചെയ്യുന്നതും എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല. ഭ്രാന്ത് പിടിക്കുന്നതിന്റെ വക്ക് വരെ എത്തിയിരുന്നു നിന്റെ ഏട്ടൻ. പറഞ്ഞു കേട്ട് അറിവ് വെച്ച് അതൊരു ശാപമായി തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് ഭ്രാന്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ ശിവരാമകൃഷ്ണൻ പറയുകയാണ്, ഒന്നും അറിയുകയും കേൾക്കുകയും വേണ്ടല്ലോ സഹദേവ. ആനന്ദിനെ കണ്ടിരുന്നോ? ഇല്ല ഏട്ടാ, അവനെ കണ്ടാൽ ഞാൻ അവനോട് എന്താണ് പറയേണ്ടത്? ആകെ തകർന്നു പോയിട്ടുണ്ടാകും പാവം. ഇതെല്ലാം കേട്ട് പുറത്ത് വാതിൽക്കൽ നിൽക്കുകയാണ് ആനന്ദ്. ആ തകർന്ന മനസ്സുമായി നിൽക്കുന്നവനെ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കും ഞാൻ? ഈ കൈകളിൽ എടുത്തു വളർത്തിയതല്ലേ ഞാൻ അവനെ. സഹദേവ, ഇപ്പോൾ അവന്റെ മുന്നിൽ അവന്റെ അച്ഛനായിരിക്കും ഏറ്റവും വലിയ ശത്രു. എപ്പോഴെങ്കിലും അവൻ ആഗ്രഹിച്ചിരിക്കും ഇങ്ങനെ ഒരു അച്ഛൻ ഇല്ലാതിരുന്നു എങ്കിൽ. ഇതൊക്കെ കേട്ട് പുറത്ത് സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ആനന്ദ്. നിങ്ങളോടൊപ്പവും എന്റെ ഭാര്യയോടും മക്കളോടും ഒപ്പവും ജീവിച്ചു മതിയായില്ല സഹദേവ എനിക്ക്. എങ്കിലും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈയിടെയായി ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്, രാവിലെ ഉണരരുതേ എന്ന്. ഏട്ടൻ എനിക്ക് വെറും ഒരു മൂത്ത സഹോദരൻ മാത്രമല്ല, എന്റെ അച്ഛൻ കൂടിയാണ്. ഈ മനസ്സ് വേദനിക്കുന്നു എന്നറിഞ്ഞിട്ടാണ് കാര്യം ഒക്കെ അറിഞ്ഞിട്ട് ഇത്രയും ദൂരം താണ്ടി ഞാൻ ഇങ്ങോട്ടത്തേക്ക് ഓടിപ്പാഞ്ഞു വന്നത്.
ഏട്ടൻ ഇനി ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ. ഏട്ടത്തി മരിച്ചു എന്നറിഞ്ഞപ്പോൾ ഇനി ഇങ്ങോട്ടില്ല എന്ന് തീരുമാനിച്ചതാണ് ഞാൻ. ഏട്ടനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയതാണ് ഞാൻ. അപ്പോഴാണ് ഏട്ടത്തിയുടെ മടങ്ങിവരവ്. ഈ നെഞ്ചൊന്ന് തകർന്നാൽ തകർന്നു പോകുന്ന ഒരുപാട് മനസ്സുണ്ട് ഇവിടെ. ഏതായാലും ഏട്ടൻ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഏട്ടന്റെ അനുജനാണ് ഈ പറയുന്നത്. ഏട്ടന്റെയും അനിയന്റെയും ഈ സംസാരമൊക്കെ കേട്ട് കണ്ണീർ തുടച്ച് വീണ്ടും പോവുകയാണ് ആനന്ദ്. പിന്നീട് സഹദേവൻ ആനന്ദിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ആനന്ദ്, നിന്നെ കാണണ്ടെന്ന് കരുതിയതാണ് ഞാൻ. എത്ര നേരമെന്ന് കരുതിയാണ് ഞാൻ നിന്റെ മുന്നിൽ നിന്നും മാറി നടക്കുന്നത്? പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടി ശീലം ഇല്ലാത്തതുകൊണ്ട് നിന്നെ കാണണം, സംസാരിക്കണം എന്ന് തോന്നി. ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുക എന്ന് പറയുന്നത് സർവ്വസാധാരണമായ കാര്യമാണ്. ഇത്തരം പ്രതിസന്ധികളൊക്കെ സാധാരണ വ്യക്തികൾക്ക് തരണം ചെയ്യാനൊക്കും. അതെങ്ങനെ സാധ്യമാകും? നിന്നെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നെനിക്കറിയില്ല. അർത്ഥശൂന്യമായ കുറെ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് പ്രശ്നത്തിന് ഒരു പരിഹാരം ആകുമോ? നിന്നേക്കാൾ തകർന്നിരിക്കുകയാണ് എന്റെ ഏട്ടൻ. ഏട്ടന്റെ ജീവന് വേണ്ടി നിങ്ങളുടെ ജീവിതം തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ വലിയ മനുഷ്യന് താങ്ങാവുന്നത് വല്ലതും ആണോ? വാസ്തവത്തിൽ എന്റെ ഏട്ടനെ കുറിച്ച് എനിക്ക് പേടി തോന്നുവാണ്. അദ്ദേഹം ഇതെങ്ങനെ സഹിക്കും? സഹായനായി നിൽക്കുകയല്ലേ ആ മനുഷ്യൻ. എന്റെ അച്ഛനെ എനിക്ക് അറിയില്ലേ ഇളയച്ച? അച്ഛന്റെ മനസ്സെനിക്ക് വായിക്കാൻ പറ്റും. അച്ഛനായിട്ടല്ല എന്റെ മുന്നിൽ അദ്ദേഹം വന്നിട്ടുള്ളത്, ഒരു നല്ല സുഹൃത്തായിട്ടാണ്. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് എന്റെ അമ്മയെയും ഭാര്യയുമാണ്. എന്നെ പ്രസവിച്ച എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുവെന്ന് എല്ലാവരുടെ മുന്നിലും വിളംബരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അമ്മ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദയനീയമായി ചോദിക്കുകയാണ് ആനന്ദ്. സഹദേവൻ പറയുകയാണ്, അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. അന്ധവിശ്വാസം മുറുകെ പിടിച്ച് അമ്മ നിന്റെ ജീവിതം മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുകയല്ല. ഇളയച്ചൻ ഒരു കാര്യം പ്രവചിച്ചാൽ ആർക്കും അത് അവിശ്വസിക്കാൻ പറ്റില്ല. ഈ തറവാടിന്റെ കാരണവരാണ് അദ്ദേഹം. വ്യക്തി താല്പര്യങ്ങളൊന്നും ഇളയച്ചനില്ല. അദ്ദേഹത്തെ ആർക്കും സ്വാധീനിക്കാനും ആവില്ല. മഹാഭാരത കഥയിലെ ഭീഷ്മരെ പോലെയാണ് ഇളയച്ചൻ. സ്വാർത്ഥതകളില്ല, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തവനെ പോലെ നടക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇല്ലാ കഥ പറഞ്ഞിട്ട് നിന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുമോ? സത്യമല്ലാത്ത ഒരു പ്രവചനം നടത്തുമോ? ഏട്ടന്റെ ജീവൻ ആപത്ത് എന്ന് അദ്ദേഹത്തിന്റെ പ്രവചനം കേട്ടപ്പോൾ ഏട്ടത്തെ മാറി ചിന്തിച്ചത് അതാണ്. ശിവരാമകൃഷ്ണൻ ഇല്ലാത്ത ഒരു അഖിലാണ്ടേശ്വരി ഉണ്ടോ? കാര്യം നിന്റെ വിവാഹ കാര്യത്തിൽ ഏട്ടത്തിക്ക് അന്നും ഇന്നും എന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതിന് വ്യക്തമായ ഒരു കാരണവും ഉണ്ട്. ഇത്രയേറെ സ്നേഹിച്ചിട്ടും വിശ്വസിച്ചിട്ടും നീ ഏട്ടത്തിയെ വഞ്ചിച്ചു എന്ന കുറ്റം ഏതൊരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് ഏട്ടത്തിക്ക്, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക്. പക്ഷെ ആ കാര്യത്തിന്റെ പേരിൽ ഈ അവസ്ഥ മുതലെടുത്ത് നിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും എന്റെ ഏട്ടത്തി ശ്രമിക്കില്ല. അത്രയ്ക്ക് ഹൃദയശൂന്യല്ല തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അവരെനിക്ക് എന്റെ അമ്മയെ പോലെയാണെന്ന് നിനക്ക് നന്നായിട്ടറിയാം. ഞാൻ അതുകൊണ്ട് പറയുന്നതല്ല. ഏട്ടത്തിക്ക് നിന്നെയും കല്യാണിയും വെറുക്കാനോ ശപിക്കാനോ കഴിയില്ല. ഞാൻ ആരെയും കുറ്റം പറയാൻ തയ്യാറല്ല ഇളയച്ച. തെറ്റുപറ്റിയത് എനിക്ക് തന്നെയാണ്. ഞാനിങ്ങനെ ആവരുതായിരുന്നു. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. അതിലെനിക്ക് പശ്ചാത്താപം ഉണ്ട്. മറിച്ച് എന്നെ എന്തുകൊണ്ട് അമ്മ മനസ്സിലാക്കുന്നില്ല? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നീ ഇങ്ങനെ നിരാശനാവല്ലേ ആനന്ദ്. എന്റെ ഇളയച്ചന് നിന്നെ നന്നായിട്ടറിയാം. എന്റെ ഈ ചെറിയ ജീവിതാനുഭവം കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു. അതിലൊന്നാണ് എനിക്ക് നല്ലതേ വരൂ എന്നുള്ള ഉറച്ച വിശ്വാസം. നീയും അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്ക്. ഇരുണ്ട കാർമേഘങ്ങൾ അടുത്ത കാറ്റത്ത് ഒഴുകി അലയും. മാനം തെളിയും. ബി പോസിറ്റീവ് മാൻ. നാളെ ഉദിച്ചുവരുന്ന സൂര്യൻ നിനക്കും കല്യാണിക്കും വേണ്ടിയുള്ളതാണെന്ന് നീ ഉറച്ചു വിശ്വസിക്ക്. അതേടാ, ആ പ്രാർത്ഥന അത് നിനക്കുണ്ടാകും. ഇത് വെറും ആശ്വാസവാക്കുകളല്ല, എന്റെ ഉറച്ച വിശ്വാസം തന്നെയാണ്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ പുറത്തേക്കൊക്കെ ഒന്നിറങ്ങ്. ഇത് ജീവിതത്തിന്റെ അവസാനമല്ല, ഓരോ അനുഭവങ്ങളുടെയും അവസാനമാണ്. അത് തരണം ചെയ്യാനുള്ള മനോധൈര്യം അത് മാത്രം മതി. എല്ലാം നേരെയാവും എന്നൊക്കെ പറഞ്ഞ് ആനന്ദിനെ ആശ്വസിപ്പിച്ചു പോവുകയാണ് സഹദേവൻ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും ശ്രീനിയുമാണ്. പ്രിയങ്കയെ തൃച്ചംബരത്തെ കല്യാണാലോചന തകൃതിയായി നടക്കുന്നുണ്ട്. നമ്മുടെ പൂവള്ളി തറവാട്ടിലേക്കാണ് ആലോചന വന്നത്. ഞാനാണ് മുടക്കിക്കളഞ്ഞത്. അവർക്കൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പ്രിയേട്ട, തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത പെണ്ണ് ഈ ഭൂലോകത്തുണ്ടോ? സ്വർണ്ണ മെഡലോടുകൂടിയ വിദ്യാഭ്യാസം, സൗന്ദര്യം, സമ്പത്ത്, പ്രൗഢി പോരാത്തതിന് നിമിഷങ്ങൾക്ക് വിലയുള്ള ബിസിനസ് മാഗ്നറ്റ്. പിന്നെ ഏതെങ്കിലും പെണ്ണ് മോഹിക്കാതിരിക്കുമോ അയാളുടെ ഭാര്യയാവാൻ? യെസ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. അത് തന്നെയാണ് രണ്ടാം കെട്ടെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഇത്രയും മൂല്യം. 10 തലമുറയ്ക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പത്തുണ്ടല്ലോ തൃച്ചംബരത്ത്. സ്റ്റാറ്റസും പണവും ഒക്കെ ഉണ്ടെങ്കിൽ ഇക്കാലത്ത് രണ്ടാം കെട്ടൊക്കെ ആർക്കാണ് പ്രശ്നം? ശ്രീയേട്ട, തൃച്ചംബരത്തെ വിലാസിനി ഇവിടേക്ക് വരുന്നുണ്ട്. ഫോൺ ചെയ്തിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഓഹോ, വിലാസിനി അപ്പോൾ ഓടിപ്പിടച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ തക്കതായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ. കാര്യമുണ്ടാവട്ടെ, കാര്യം ഉണ്ടാവണം. തൃച്ചംബരത്തെ അശാന്തതയാണ് വിലാസിനി ഇങ്ങോട്ട് ഓടി വരാൻ കാരണമെങ്കിൽ ഈ പ്രിയങ്കയെ കാണാൻ അവര് വരണം.
ഞാനും അതിനെ കാത്തിരിക്കുകയാണ്. അന്നേരം ശ്രീനിയുടെ ഫോൺ അടിക്കുകയാണ്. ശ്രീനി പറയുകയാണ്, നിന്റെ വർമ്മ അങ്കിളാണ്. വർമ്മ അങ്കിളോ? തൽക്കാലം കട്ട് ചെയ്തേക്ക്. അങ്കിളിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും വിലാസിനി അവിടേക്ക് എത്തുകയാണ്. പ്രിയങ്ക പറയാണ്, ആഹാ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളെത്തി. കാറിൽ നിന്നിറങ്ങിയ വിലാസിനി പറയാണ്, എല്ലാം തകർന്നു. അപ്പോൾ പ്രിയങ്ക ചോദിക്കുകയാണ്, എന്താ ആന്റി, തൃച്ചംബരത്ത് വിലാസിനി ചത്തുപോയോ? വിലാസിനി പറയാണ്, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ എന്ത് പറ്റി ആന്റി, എന്താണെന്ന് പറയുക. ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ എന്റെ കെട്ടിയോൻ വന്നിട്ടുണ്ട്. തൃച്ചംബരത്ത് സഹദേവൻ. ആഹാ, സഹദേവൻ അങ്കിൾ വന്നോ? ആ, വരുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതെന്നെ അറിയിക്കാതെയുള്ള വരവാണ്. അതിനു പിന്നിൽ എന്തോ ഉണ്ട് പ്രിയങ്കേ. ആന്റി, നാടാകെ അഖിലാണ്ടേശ്വരി മരിച്ചപ്പോൾ മരണവാർത്ത അറിഞ്ഞിട്ട് പോലും എത്താൻ പറ്റാത്ത ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ തൃച്ചംബരത്ത് വന്നവതരിക്കണമെങ്കിൽ ഒരു സംശയവും വേണ്ട, ആരോ വരുത്തിച്ചതാണ്. ആന്റിക്ക് തഞ്ചത്തിലൊന്ന് ചോദിച്ചൂടായിരുന്നോ എന്തായി വരവിന്റെ ഉദ്ദേശമെന്ന്? ഒരു പ്രാവശ്യം ചോദിക്കാൻ ചെന്നതിന്റെ പാട് ഇതുവരെ മാഞ്ഞിട്ടില്ല എന്റെ കവിളത്ത് നിന്നെന്ന് കവിളം തടവിക്കൊണ്ട് പറയുകയാണ് വിലാസിനി. എനിക്കും തോന്നി ആന്റിയുടെ ഈ പെട്ടെന്നുള്ള വരവ് കണ്ടപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന്. ശ്രീനി പറയുകയാണ്, എന്തായാലും ഏട്ടത്തിക്കൊപ്പം നിൽക്കാനാവില്ല മിസ്റ്റർ സഹദേവന്റെ ഈ വരവ്. കാരണം മനസ്സുകൊണ്ട് അയാള് കല്യാണിയുടെ പക്ഷത്താണ്. വിലാസിനി പറയുകയാണ്, അതെ, അതാണ് എനിക്കിപ്പോൾ ഭയം. ഈ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാക്കി വയ്ക്കുമോ എന്നാണ് എന്റെ പേടി. ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് പ്രിയങ്ക. എന്നിട്ട് പറയുകയാണ്, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെയാണ് ആ ജയന്തിയുടെ കൂട്ടുകൊണ്ടായിരിക്കും ആന്റി ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. തൃച്ചംബരത്ത് ഏറ്റവും കരുത്തർ അഖിലാണ്ടേശ്വരിയോ സഹദേവൻ അങ്കിളോ ഒന്നും അല്ല, അത് കല്യാണിയാണ്. പാഞ്ചാലി ശബ്ദമെന്ന് ആന്റി കേട്ടിട്ടില്ലേ? അതുപോലെയാണ് കല്യാണിയുടെ തീരുമാനങ്ങളും. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനെ സ്വന്തമാക്കിയതും ഇപ്പോൾ വിട്ടുകൊടുക്കാമെന്ന് തീരുമാനിച്ചതും ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ച് തൃച്ചംബരത്ത് ശിവരാമന്റെ ജീവന്റെ കാര്യമായതുകൊണ്ട് അവള് വ്യതിചലിക്കില്ല. ആനന്ദ് മറ്റൊരു പെണ്ണുമായി നടക്കുന്നത് കാണുമ്പോൾ അവള് ഉരുകി ഉരുകി മരിക്കും. ഇതൊക്കെ കേട്ട് സന്തോഷം നിൽക്കുകയാണ് വിലാസിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.